ഹബീബായ തങ്ങൾ തന്നെ പറയട്ടെ, ഇന്ന ഹവാമൽ അർളി വഅഖാരിബഹാ തഖൂൽ. ഇനിയാണ് മഴ കിട്ടാത്തതിന്റെ കാരണം പറയുന്നത്. വയനാടൊന്നും മഴയില്ലല്ലോ, ചോര ഇറങ്ങിയിട്ടും മഴ കാണുന്നില്ല. ഏപ്രിലത്തൊക്കെ കാലാവസ്ഥ പോലെയൊക്കെ മാറി വന്നിരിക്കുകയാണല്ലേ. അതിനുള്ള മറുപടിയാണ് ഇപ്പൊ പറയാൻ പോണ ഹദീസ്. ഇന്ന ഹവാമൽ അർളി വഅഖാരിബഹാ, ഭൂമിയിലെ ഇടജന്തുക്കളും തേളുകൾ പോലും പറയുമത്രേ. എന്തു പറയും? ലഅനല്ലാഹു ഇബ്ന ആദം, ആദമിന്റെ സന്തതിയെ മനുഷ്യനെ അല്ലാഹു ശപിക്കട്ടെ എന്ന് ഇടജന്തുക്കളും പക്ഷികളും വൃക്ഷങ്ങളുമെല്ലാം വിളിച്ചു പറയുന്നുണ്ടത്രേ. ലഅനല്ലാഹു ഇബ്ന ആദം, മനുഷ്യനെ അല്ലാഹു ശപിക്കട്ടെ. മുൻഅനൽ ഖതറ ബിശുഅമി മഅസിയതിഹി, അവൻ ചെയ്ത പാപങ്ങൾ കാരണം ഞങ്ങൾക്കും മഴ കിട്ടിയില്ലല്ലോ. മനുഷ്യന്റെ പാപ കാരണം മേഘപടലങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നില്ലല്ലോ. മനുഷ്യൻ ചെയ്യുന്ന തിന്മകൾ കൊണ്ട് അല്ലാഹു മഴ വർഷിപ്പിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് മഴ കിട്ടാതെ പോയത്, ഞങ്ങൾക്ക് വെള്ളം കിട്ടാതെ പോയത്, ഞങ്ങൾ ദാഹിച്ചു പരവശരാകുന്നത് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തിന്മ കൊണ്ടല്ലേ. അതുകൊണ്ട് ഓരോ പ്രദേശത്തെയും ജീവജാലങ്ങൾ മഴ കിട്ടാതിരിക്കുന്ന പ്രദേശങ്ങളിലെ മനുഷ്യന്മാരെ ശപിച്ചുകൊണ്ടിരിക്കുമത്രേ. ലഅനല്ലാഹു ഇബ്ന ആദം, മനുഷ്യനെ അല്ലാഹു ശപിക്കട്ടെ. മുൻഅനൽ ഖതറ ബിശുഅമി മഅസിയതിഹി, അവൻ ചെയ്ത പാപത്തിന്റെ അവലക്ഷണം കൊണ്ട്, പാപത്തിന്റെ ഭാരം കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് മഴ തന്നിട്ടില്ല, മനുഷ്യനാണ് അതിന്റെ കാരണം എന്ന് ഭൂമിയിലെ ഇടജന്തുക്കളും തേളുകൾ പോലും വിളിച്ചു പറയുമെന്ന് ലോകത്തിന്റെ ഗുരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടമായി തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടന്നാൽ ഓരോ പ്രദേശത്തിനും മഴ കൊടുക്കും അല്ലാഹു. ചിലപ്പോ വാർഡടിസ്ഥാനത്തിലൊക്കെ മഴ കൊടുക്കാറുണ്ട് അല്ലേ? അങ്ങനെ ചെയ്യും. എന്താണെന്നറിയോ? അവിടെ ചിലപ്പോ നല്ല മനുഷ്യന്മാരുണ്ടാവും. സജ്ജനങ്ങൾ ഉണ്ടാകുന്നിടത്ത് അള്ളാന്റെ റഹ്മത്ത് വരുമെന്നാണ്. മലകൾ സംസാരിക്കുമറേ, ഓരോ മലകൾക്കും പേരുണ്ടത്രേ. നമ്മളിട്ട പേരുണ്ടാവും, മലകൾക്ക് പരസ്പരം അറിയുന്ന പേരുണ്ടാവും. ജീവജാലങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇന്ന് ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ജീവനില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പർവ്വതങ്ങളും പാറകളും ഇവകളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ്, സംസാരിക്കുന്നുണ്ട്. അവരുടെ കമ്മ്യൂണിക്കേഷൻ നമുക്കറിയില്ല. നാവ് കൊണ്ടല്ലല്ലോ അവർ സംസാരിക്കുന്നത്, അതുകൊണ്ട് നമുക്കറിയില്ല. പഠനം നടക്കുന്ന വിഷയങ്ങളാണ്, വഴിയെ ചിലതൊക്കെ മനസ്സിലാവും. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതും അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവൂല, അവരുടെ ഭാഷ നിങ്ങൾക്കറിയില്ല എന്ന് വിശുദ്ധ ഖുർആൻ. എന്താ പറയുന്നത്? നബി തങ്ങൾ പറയാ, ഇന്നൽ ജബല യുനാദി ജബലൻ ആഖറ ബിസ്മിഹി, ഒരു പർവ്വതം മറ്റൊരു പർവ്വതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വിളിക്കുമത്രേ. ഹൽ മർറ ബിക ദാകിറുൻ ലില്ലാഹി അസ്സ വജല്ല, പർവ്വതമേ, അല്ലാഹുവിനെ ഓർക്കുന്ന ഇന്നാലിന്ന ആൾ നിന്റെ മീതു കടന്നുപോയിട്ടുണ്ടോ? നിന്നിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾ നിന്റെ അരികത്തുകൂടെ വന്നിട്ടുണ്ടോ എന്നൊരു പർവ്വതം അങ്ങോട്ട് വിളിച്ചു ചോദിക്കും. സുബ്ഹാനല്ലാഹ്. സ്വാലിഹീങ്ങളായ ആളുകൾ കടന്നു പോകുമ്പോ മലകൾ കോരിത്തരിക്കുമത്രേ. ഫഇൻ ഖാല നഅം, ആ പർവ്വതം അതെ, നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ എന്നിലൂടെ യാത്ര പോയിട്ടുണ്ട് എന്നൊരു പർവ്വതം മറുപടി പറയുകയാണെങ്കിൽ ആ വിളിച്ചു ചോദിച്ച പർവ്വതം പറയുമത്രേ, അബ്ശിർ, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ. ഫഇന്നൽ അർള തുഹിസ്സു ബിവഖഇ അഖ്ദാമിഹിം അത്വയ്യിബ. സുബ്ഹാനല്ലാഹ്. സജ്ജനങ്ങളുടെ കാലിന്റെ പാദം, സജ്ജനങ്ങൾ നടന്നു പോകുന്നത് ജീവനില്ലാത്ത മണ്ണിനറിയാമെന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവനില്ലാത്ത പർവ്വതങ്ങൾക്ക് അള്ളാഹുവിനെ ഒത്തുജീവിക്കുന്ന നല്ല മനുഷ്യന്മാരുടെ കാൽപാദങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. ആരെങ്കിലും സ്വാലിഹായ മനുഷ്യനൊരു വഴിയിലൂടെ കടന്നുപോയാൽ, എന്നാൽ ഇന്ന ആള് നിങ്ങളുടെ അടുത്തുകൂടെ വന്നല്ലേ, എന്റെ ഒരു ഭാഗ്യം, എന്റെ അടുത്ത് വന്നത് കള്ളും കുപ്പിയിട്ട് വന്നവരാ, നിന്റെ അരികത്ത് നല്ല ആളുകൾ വന്നല്ലേ. ചുരത്തിലൊക്കെ ചെറുപ്പക്കാരെ ബൈക്ക് നിർത്തുന്ന കണ്ടപ്പോ കൂടുതലൊരു പറഞ്ഞു, ചിലപ്പോ ഇവരെ എന്റെ കുപ്പി കൊണ്ടുവന്നിട്ടേ ആ ഏർപ്പാട് നിർത്തണ പോലും ഉണ്ട്. എല്ലാരും അങ്ങനെയല്ല. ചിലര്, ഞാൻ പറഞ്ഞു, റബ്ബേ, ഈ കുന്നിന്റെ മീതെ വന്ന് വെള്ളടിച്ചാല് ഈ കുന്ന് ഇറങ്ങിപ്പോവുകയോ കയറിപ്പോവുകയോ ചെയ്യണ്ടേ, എന്തായിരിക്കും പോലെ അവസ്ഥ റബ്ബേ. അള്ളാന്റെ ഭൂമി തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ഈ ചുരത്തിന്റെ മുകളിലൊക്കെ വരട്ടെ. സുബ്ഹാനല്ലാഹ്. പർവ്വതം പറയും, ഇവരെന്റെ അരികത്ത് വന്നില്ലായിരുന്നെങ്കിൽ. നമ്മുടെ വയനാട് ചുരമൊക്കെ എത്ര പറയുന്നുണ്ടാവും,
താമരശ്ശേരി ചുരക്കെ ഓരോ മലകളോട് വിളിച്ചു ചോദിക്കുന്നുണ്ടാവും അല്ലേ? നമ്മുടെ കുറ്റ്യാടി ചുരണ്ടല്ലോ അല്ലേ ഇങ്ങോട്ട് കയറി വരാൻ? കുറ്റ്യാടി ചുരം ചോദിക്കുന്നുണ്ടാവും, അതിൽ നല്ല മനുഷ്യന്മാര് പോയോ? എന്റെ അടുത്ത് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്, എന്നിലൂടെ കുറെ ആളുകൾ വന്നു പോകുന്നു, ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സജ്ജനങ്ങളെ അള്ളാഹുവിന്റെ ഭൂമിക്ക് ഇഷ്ടമാണ്. ഒരു മരണം നടക്കുന്നു മുത്തുനബിയുടെ കാലത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനാസ കടന്നു പോവുകയാണ്. ജനാസ കടന്നു പോകുമ്പോ മുത്തുനബി തങ്ങൾ പറഞ്ഞു, മുസ്തരീഹുൻ ഔ മുസ്തറാഹുൻ മിൻ. ഒരു മയ്യിത്ത് കടന്നു പോവാണ്. തങ്ങൾ പറഞ്ഞു, മുസ്തരീഹുൻ, ഒന്നുകിൽ ഈ മയ്യിത്ത് വിശ്രമിക്കാൻ പോകുന്ന ആളാണ്, ഈ മയ്യിത്ത് വിശ്രമിക്കാൻ പോകുന്ന ആളാണ്. ഔ മുസ്തറാഹുൻ മിൻഹു, അല്ലെങ്കിൽ ഈ മയ്യിത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് വിശ്രമം കിട്ടും. അങ്ങനെ രണ്ടാലൊന്നേ ഏതൊരു മയ്യിത്തും ഉണ്ടാവുള്ളൂ. സ്വഹാബിമാർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൽ മുസ്തരീഹു വമൽ മുസ്തറാഹു മിൻഹു, എന്താ നബി അങ്ങ് ഉദ്ദേശിച്ചത്? ഒരു മയ്യിത്ത് കടന്നു പോകുമ്പോ ഒന്നുകിൽ ആ മയ്യിത്ത് വിശ്രമിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ ആ മയ്യിത്തിൽ നിന്ന് വിശ്രമിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥമെന്ന് മുത്തുനബിയോട് ചോദിക്കുന്നു. സ്വഹാബിമാർ ലോകത്തിന്റെ ഗുരു മറുപടി കൊടുക്കുന്നു, ഇന്നൽ അബ്ദൽ കാഫിറ, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത മനുഷ്യൻ, പടച്ചവനില്ല എന്ന് പറയുന്നവർ, യുക്തിവാദം തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നവർ, അവിൽ ഫാസിഖ, അല്ലെങ്കിൽ മുസ്ലിം തന്നെ തിന്മ ചെയ്ത് ജീവിക്കുന്നവര്, അള്ളാഹുവിനെ ഓർക്കാത്തവര്, അവിൽ മുനാഫിഖ, അല്ലെങ്കിൽ ഇവിടെ വിശ്വാസിയായി ജീവിക്കുന്ന ആളുകൾ, തസ്തരീഹു മിൻഹുൽ ബിലാദു വൽ ഇബാദു വശ്ശജറു വദ്ദവാബ്. യാ അല്ലാഹ്, ഒരു കാഫിർ മരിച്ചാൽ, ഒരു മുനാഫിഖ് മരിച്ചാൽ, ഒരു കള്ളുകുടിയൻ മരിച്ചാൽ, നിവാസം ചെയ്യുന്ന ഒരാൾ മരിച്ചാൽ, ആ മനുഷ്യനിൽ നിന്ന് നാടുകൾക്ക് സമാധാനമാണ്, മനുഷ്യന്മാർക്ക് സമാധാനമാണ്, വശ്ശജറു വദ്ദവാബ്, ജീവജാലങ്ങളും പക്ഷികളും അല്ലാഹുവിന്റെ വൃക്ഷങ്ങളും പോലും ആ മനുഷ്യന്റെ മരണത്തിനാൽ ആശ്വസിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹ്. അല്ലെങ്കിൽ അത് മുഅ്മിനാണെങ്കിൽ ആ മുഅ്മിന് പോയി കിടക്കുന്ന ഖബറിലേക്ക് ചെല്ലുമ്പോ, ഖബറിലേക്ക് കടന്നു ചെല്ലുമ്പോ ആ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്രമിക്കാനുള്ള ഇടം അല്ലാഹു നൽകുന്നു. അല്ലാഹു ആ മനുഷ്യനെ സ്വർഗ്ഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇസ്തറാഹ്, ആ മനുഷ്യൻ സമാധാനം വിശ്രമമെടുക്കുന്നു. മിൻ തഅബിദ് ദുനിയാ, ദുനിയാവിൽ ഒരുപാട് ക്ഷീണിച്ചു, ഒരുപാട് തളർന്നു, ഒരുപാട് അധ്വാനിച്ചവനാണ്, ഇനി വിശ്രമിച്ചോട്ടെ, ഖബറിലാണ് വിശ്രമം എന്ന് പറയും. അല്ലാഹു അങ്ങനെ മുസ്തരീഹുകളായ അവസ്ഥയിൽ ഈ ലോകത്തുനിന്ന് യാത്ര പോകാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നമ്മൾ മരിച്ചാൽ രക്ഷപ്പെട്ടു, ഒരു ഫിത്തനങ്ങ് പോയി കിട്ടിയല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലായി പോകരുത്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. വൃക്ഷങ്ങളും മൃഗങ്ങളും മനുഷ്യരും നാടും ആ മനുഷ്യന്റെ മരണത്തോടെ സമാധാനത്തിലാകും. ഒന്നുകിൽ ആ മയ്യിത്ത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അത് നല്ല മയ്യിത്താണോ, ആ മയ്യിത്തിന് വിശ്രമിക്കാൻ പോവുകയാണ്. ഈ രണ്ടാലൊരവസ്ഥയല്ലാതെ മറ്റെന്തുണ്ട് സ്വഹാബ എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ രീതിയിൽ സജ്ജനങ്ങളായി ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ആമീൻ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കട്ടെ.